അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ മസാല എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിക്കൻ മസാല എല്ലാം ഒരു നല്ല വെറൈറ്റി കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഒരു കുക്കറിൽ 2 കിലോ ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കം, 2 തക്കാളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. പിന്നെ 2 സ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിലടിക്കുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് ഒരു 8 മുളക് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് ഇതിനെ അരച്ചതിനെ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെക്കാം. മൺചട്ടിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. പിന്നെ 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകം, ഒരു പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കണ്ടിച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം, തക്കാളി, ഇതൊക്കെ ഇട്ട് ചെറിയ വേവാണ് കേട്ടോ വേണ്ടത്, നല്ലോണം വേവിക്കേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ മറിക്കാം. പിന്നെ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കുറച്ച് നല്ല പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 1/2 സ്പൂണ് ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇത്ര സംഭവമാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി നോക്കി കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേവിച്ച ചിക്കനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്നലെ രാത്രിക്കത്തെ വീഡിയോസാണ് കേട്ടോ ഇത്. ഇന്നാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് സോയാബീൻ ഇട്ടിട്ടുണ്ട്. കുറച്ചാണ് കേട്ടോ സോയാബീൻ ഇട്ടത്, നല്ലോണം ഇട്ടിട്ടില്ല. നല്ല കുറുകിയ കറിയാണ് കേട്ടോ. പിന്നെ ഒരു കിണ്ണത്തിൽ കുറച്ച് കോൺഫ്ലവറൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒഴിക്കണം. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് സജ്ജികൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മസാല കൂട്ടൊന്നും ചേർത്തിട്ടില്ല. ഇതിന് തക്കാളി, ഉള്ളി ഇങ്ങനെയുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ കോൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കൻ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഗ്രേവി ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കുറുകിയത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോയുമായി വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.